ഹലോ എന്തേ കൊടുക്കുപോയില്ല ഇല്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. ഇവിടെതാ എൻ്റെ മെയിൻ റോഡ്. ഓൻ വരെ ഉണ്ടാവും. അതെ ആ ഞാൻ ഇപ്പോൾ ഏതായാലും അവനെ ഇതാ വെട്ടാരെന്ന് കണ്ടു. അല്ല വെളുത്തറമ്പെന്ന്. ഞങ്ങൾ എവിടേക്ക് പോകണമെന്നില്ല. ഞാൻ ആബിദിന്റെ വണ്ടി ഒന്ന് ചിലക്കാതെ സൈക്കിളോട്ട് പോയിക്കോ. അജ് വലിയ മൊത്തക്ക് ഇജ് വലിയ ഉപദേഷ്ടാവ് പോടിയോട്. ഞങ്ങള് പിടിക്കോയും പൊറാട്ട അടിക്കാൻ പോവാ. യുവത്തിന് തന്നെയാണല്ലോ അപ്പോ. എനിക്കറിയില്ല, അങ്ങോട്ടാ കൊണ്ടോട്ടി ഭാഗത്തേക്ക സൈക്കിൾ മേലല്ലേ ഞാൻ പോകുന്ന ഇന്ന് രാവിലെ. അങ്ങോട്ടില്ലേ? അതൊരു വെറൈറ്റി ആംഗിൾ പൊട്ടിച്ചതാ. പക്ഷെ ഒരു കംഫർട്ടബിൾ. ഇങ്ങനെ കാറ്റ് കമ്മി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫുൾ പൂപ്പലേന് വണ്ടി എടുക്കാതെ അപ്പൊ തുടച്ചതാ. കുറച്ച് ഇതൊന്ന് വിട്ടു ചെക്കിയില്ല. ഇതൊന്ന് 10 മിനിറ്റിന് ഒച്ചപ്പാടൊക്കെ ഉണ്ടല്ലേ ഇനി. സ്മെല്ല് ഫീൽ ചെയ്യേണ്ടതിൽ മസ്കിന്റെ സാലറി പാക്കേജ് അംഗീകരിച്ച് $1 ട്രില്യൺ. ഏത് കമ്പനിയാണ്? $1 ട്രില്യൺ കിട്ടിയാലേ ലോകത്തിലെ 5 രാജ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ GDP നാട്ടിലും വലിയ ഈ ചങ്ങായി ഒറ്റക്ക് നമുക്ക് സമ്പാദ്യം പോകണം. അവന് വേറെ എന്തെങ്കിലും തുടങ്ങാനേക്കരേ. അവൻ അതിനെക്കാട്ടി വലിയ എന്തെങ്കിലും തുടങ്ങാനുള്ള പ്ലാനേക്കരോ. അപ്പോൾ അവൻ്റെ ടോട്ടൽ ആസ്തി 2.4 ട്രില്യൺ ആവും. അതായത്
വിലയില്ലേ? 2,40,000 കോടി അസ 1 കോടിയല്ല. പൈസ ഒക്കെ ഇങ്ങനെ കണക്കിലല്ലേ പൊള്ളൂ. നമ്മക്കൊക്കെ നമ്മളത് നോക്കിയാ അക്കൗണ്ടിൽ ഇതിലൊക്കെ കാണല്ലേ. ഇവർക്കൊക്കെ വലുത് കമ്പനി ആയിട്ടും മറ്റും അങ്ങനൊക്കെ അല്ലേ വാല്യുവേഷൻ പല നിലക്കേക്കര. അപ്പൊ നമ്മളെ പല സാധനം ഇതേപോലെ വെച്ച് നോക്കുമ്പോ ഒരു 10-20 ലക്ഷം റുപ്യ സാധനമൊക്കെ നമ്മളടുത്ത് ഉണ്ടാവും ഇല്ലേ? അതുണ്ടാവൂലേ? കാർ തന്നെ ആയില്ല 5-8 ലക്ഷം റുപ്യന്റെ. ഡിപ്രീസിയേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. അവന് പണ്ട് മുതലേ ഓരോ പരിപാടികൾ തുടങ്ങിയുള്ളൂ. അവൻ പേപ്പാലൊക്കെ തുടങ്ങിയല്ലേ? പേപ്പാലോ അവനല്ലേ തുടങ്ങി അല്ലേ? ആ പേയ്മെന്റിന്റെ അത് പിന്നെ വിറ്റതല്ലേ? എന്താണ് ഹോട്ടലോ? പോവല്ലേ? അങ്ങാടിയില് പോവല്ലേ? അങ്ങാടി പോയാലും അത് പോവോ? ആ ഭാഗം പോവോ? ആ ഭാഗം പോവോ? മറ്റേ ഗ്രാൻഡ് സിറ്റി അല്ല, മറ്റേ 3 സ്ഥാപനം ചെയ്യല്ലോ അവിടെ. ഹോട്ടലുണ്ട്, ഇപ്പുറത്തൊരു ബേക്കറി, അപ്പുറത്തൊരു ബേക്കറി, 3 പോവും. റോഡ് വികസനത്തിലോ? ഒരു ചാട്ടം നോക്കിയതിന് കുതിര ചാടണം മതി. നിങ്ങളെന്തേ ഒന്നും കഴിക്കാതെ പോന്നേ? ഞാൻ പോരണോ? അതിൽ ചായ കുടിച്ച് പിന്നെ എനിക്കാണ് പിന്നെ ഒരു വയറിനൊരു ദമ്മില്ല. അവന് ഞാൻ വേണ്ടാറ്. എന്താ ഇൻഡിക്കേറ്ററൊക്കെ അവന്റെ ഓണേ അങ്ങനെ പറഞ്ഞില്ലേ? ആദ്യം പെട്രോൾ പമ്പ് കയറ്റണം. ഇത് മിന്നൽ തുടങ്ങിയിട്ട് കുറച്ചായി. സൗദിയിലോ? അതിലും മക്കളും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ പോയോ? അതിലൊക്കെ അവിടെ പെണ്ണുങ്ങളും പുറത്തൊക്കെ നിൽക്കണേ ഓലെങ്കിലും വേണം. തിരിച്ചാതിക്കൊറിയിലാച്ച നമ്മളെ നാടും നമ്മളെ വീടും നമ്മളെ കുടുംബക്കാരും നമ്മളെ ഫ്രണ്ട്സും അത് വേറൊരു സംഭവം തന്നെ. പുറത്ത് വിദേശി പോയാൽ ഏറെക്കുറെ അയാൾ ഒറ്റക്കാണ്. ഇപ്പൊ അവിടെ എത്ര ചങ്ങന്മാരും ഉണ്ട് പറഞ്ഞാലും അവസാനം വരാനുള്ള റൂമൊക്കെ ഒറ്റ. അതെ, അവിടെ എപ്പോഴും ഒറ്റക്ക് തന്നെയാണ്. പിന്നെ അപൂർവം ചില ആളുകൾ മാത്രമേ സന്തോഷം കണ്ടെത്തുന്നുള്ളൂ. ചിലവരുണ്ടാവില്ലേ ഒറ്റക്ക് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ, വേറെ ആരും ഇല്ലാതെ അതുണ്ടാവും ചില ആൾക്കാർ. ഓല് ചിലപ്പോൾ മാക്സിമം ഹാപ്പി ഇല്ല, പക്ഷെ സ്റ്റിൽ ഓലെ റിലേറ്റീവ്സും ഒക്കെ ഇവിടെ ഉണ്ടല്ലേ. പിന്നെ നമ്മളെ ഇതില് പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഒരിക്കലും ഈ ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ പോല, പ്രത്യേകിച്ച് മലബാർ ഏരിയ ഉള്ളവർക്ക്. ഇപ്പൊ പൊതുവേ ആ ഒരു എലിമെന്റ്സ് ആൾക്കാരല്ലേ പൊതുവേ. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും.
വെന്യൂവിന്റെ അത് കണ്ടിട്ടേ ഇങ്ങനെ എടുക്കാൻ പൂതിയാവുക. ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ഒന്ന് ഇറങ്ങണം ഞാൻ. പഴയ വണ്ടി ആയിട്ട് നടക്കണവർക്ക് എത്ര ഇപ്പൊ കൊറേ സംഗതികൾ ഇതാക്കിയില്ലേ, പൈസ കൂട്ടില്ല എല്ലാത്തിന്റെയും റിന്യൂവല് മറ്റും മറിച്ച്. പിന്നെ പെട്രോളും മൈലേജ് നല്ല കുറവാണേ.